ഹലോ എവരിവൺ. ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു ശീലം, ആ ഒരു ശീലത്തിന് ഒരല്പം ചേഞ്ച് വരുത്തിയാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ടെക്നിക്കാണ് മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ദിവസവും കണ്ണാടിയിൽ നോക്കുന്ന ശീലമുള്ളവരാണ് നമ്മളല്ലേ. ഈ കണ്ണാടിയിൽ നോക്കുന്ന നമ്മളുടെ ശീലത്തെ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ലൈഫിൽ കൂടുതൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. മിറർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിവസവും നമ്മൾ കണ്ണാടിയിൽ സാധാരണ നോക്കാറുള്ളത് പോലെ തന്നെ നോക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ആ കണ്ണാടിയിൽ കാണുന്ന നമ്മളുടെ പ്രതിബിംബത്തെ നോക്കി കുറച്ച് സംസാരിക്കുകയാണ്. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒരു ഇമോഷണൽ ഹീലിംഗ് ആസ്പെക്റ്റിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ മിറർ ടെക്നിക്കിന് ഒരു അപാരമായ കഴിവുണ്ട്. അതോടൊപ്പം തന്നെ മിറർ ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അതൊരു മാനിഫെസ്റ്റേഷൻ മെത്തഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതും ഈ മിറർ ടെക്നിക്കിലൂടെ തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. എൻഹാൻസ്ഡ് സെൽഫ് എസ്റ്റീം. ദിവസവും നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു ശീലമാക്കി എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ മിറർ വർക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഹീലിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആരുമായിട്ടും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കി ആ കണ്ണാടിയിൽ കാണുന്ന നമ്മളോട് തന്നെ അത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരു ഇമോഷണൽ റിലീസ് ആണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് മാനസികപരമായിട്ടും ഒരു ഹീലിംഗ് കൊണ്ടുതരാനായിട്ട് ഈ ടെക്നിക്ക് ഉപകരിക്കും. സ്ട്രെങ്തൻ സെൽഫ് ലവ് ആൻഡ് കമ്പാഷൻ. നമ്മളോട് തന്നെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കാനായിട്ട് ഉപകരിക്കുന്ന ഏറ്റവും നല്ല ടെക്നിക്കിൽ ഒന്നാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. കാരണം കണ്ണാടിയിൽ കാണുന്ന നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നു, അതും സ്നേഹത്തോടെ സംസാരിക്കുന്നു, നമ്മുടെ കഴിവുകളെ നമ്മൾ ഓർമ്മിപ്പിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മളോട് തന്നെ ഒരു കണക്ഷൻ, ഒരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മളെ ഒരുപാട് സഹായിക്കും. റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. ഒരുപാട് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ ഓർമ്മിപ്പിക്കുക, നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും ഒക്കെ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് ഈ ടെക്നിക്ക് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും മിറർ ടെക്നിക്ക് നമ്മളെ സഹായിക്കും. കാരണം കണ്ണാടിയിൽ കാണുന്ന നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുകയാണ് അല്ലെ, അവിടെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് തന്നെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കാനും ഒക്കെ ഈ ടെക്നിക്ക് ഉപകരിക്കും. എന്താണ് ഈ മിറർ വർക്കിന്റെ പിന്നിലെ ശാസ്ത്രം എന്ന് പറയുന്നത്? ദിവസവും നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ, ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിലെ നെഗറ്റിവിറ്റി കുറയ്ക്കുവാനും നമ്മളുടെ സെൽഫ് അവയർനെസ്സും കമ്പാഷനും എമ്പതിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഏരിയകളെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം ദിവസവും നമ്മൾ ഇതിങ്ങനെ പറയുന്ന ഒരു ശീലമാക്കുന്നതോടെ ബ്രെയിനിൽ ഒരു പുതിയ പാത്വേ, ഒരു ന്യൂറൽ പാത്വേ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിൽ ചേഞ്ചസ് വരുത്താനും അങ്ങനെ നമ്മളെ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുതരാനായിട്ടും ഈ ഒരു പ്രാക്ടീസ് സഹായിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ മിറർ വർക്ക് അല്ലെ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ടെക്നിക്കിലും നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ. ദിവസവും മുഖം കണ്ണാടിയിൽ നോക്കുന്ന ഒരു ശീലത്തിൽ നിന്നും അതിനെ ഒരു ടെക്നിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ്, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണല്ലോ, ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ശബ്ദ കോലാഹലങ്ങളും അല്ലെ ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യവും
ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതായത് ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറച്ചുള്ള ഒരു ടൈം നമ്മൾ ഈ ഒരു പ്രാക്ടീസിന് സെലക്ട് ചെയ്യുക. ഇനിയും വേണ്ടത് ഈ ടെക്നിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളായ ഒരു മിറർ അല്ലെങ്കിൽ ഒരു കണ്ണാടി, നമ്മളുടെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കണ്ണാടി. അത് നമ്മുടെ റൂമിലാവാം, അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു സ്ഥലത്താവാം. ഇനി അതല്ല, ബാത്റൂമിലാണ് ഒരു വലിയ മിറർ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മിററിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുകയാണ് അല്ലേ. അതിന് ശേഷം ഇതൊരു ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്ത് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡീപ് ബ്രീത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2-3 ദീർഘശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ജസ്റ്റ് നമ്മളെ ഒന്ന് നോക്കിയതിന് ശേഷം കണ്ണുകൾ അടച്ച് 2-3 ഡീപ് ബ്രെത്ത് എടുക്കുന്നു. അതിനുശേഷം കണ്ണുകൾ തുറക്കുന്നു. ഇനിയാണ് ഈ ടെക്നിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്. അതായത് കണ്ണാടിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ രൂപത്തിന്റെ കണ്ണുകളിലേക്ക് ഒരു 30 സെക്കൻഡ് നോക്കുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ഇന്ന് ഞാൻ മുഖം നോക്കുന്നതാണ് കണ്ണാടിയിൽ നിന്ന്. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി ഒരു 30 സെക്കൻഡ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു ടാസ്ക് എത്രമാത്രം ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആകെ ഒരു ഇറിറ്റേഷൻ തോന്നും, നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ നമ്മളുടെ വീക്ക്നെസ്, എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെ കഴിവുകളില്ല, ഒരുപാട് പോരായ്മകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളിലേക്കൊന്ന് നോക്കാൻ പറയുമ്പോൾ ആ കണ്ണുകൾ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്കൊരല്പം ഡിസ്കംഫോർട്ട് തോന്നുമെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ആദ്യം നമുക്ക് അത്രയും ഒന്നും ഈസി ആയിട്ട് തോന്നില്ല എങ്കിലും പതിയെ പതിയെ ഇതൊരു പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് പോസിബിൾ ആക്കി എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനുശേഷം ഈ 30 സെക്കൻഡ് നമ്മളെ തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാം. അത് നമ്മളിൽ ഒരു സെൽഫ് ലവും ഒരു കണക്ഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ, നമുക്ക് ഏറ്റവും മോട്ടിവേഷൻ തരുന്ന, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും പുറകോട്ട് വലിക്കുന്ന എന്ത് കാര്യമാണോ നമ്മുടെ ലൈഫിലുള്ളത് അതിന്റെ നേരെ എതിരുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ കണ്ടുവെക്കണം. ഏതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പ്രാക്ടീസിലേക്ക് കടക്കാവൂ എന്നുള്ളതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം നമുക്കൊരു കോൺഫിഡൻസ് കുറവുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഐ എം കോൺഫിഡന്റ് എന്നുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻസിന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് ആവർത്തിച്ച് നമുക്കൊരു സംതൃപ്തി തോന്നുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു സെൽഫ് മോട്ടിവേഷൻ തോന്നുന്ന അത്രയും തവണ നമുക്ക് ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ പറയാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആകെ അപകർഷതാബോധമാണ്, എന്നെ കാണാൻ കൊള്ളില്ല, എന്റെ ഓരോ ഇതിലും പ്രശ്നങ്ങളാണ് എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ഉള്ളതെങ്കിൽ ഐ എം ബ്യൂട്ടിഫുൾ എന്നുള്ള അഫർമേഷൻസ് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കണ്ണുകളിൽ തന്നെ നോക്കി പറയാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള അഫർമേഷൻസ് പറഞ്ഞ് ട്രൈ ചെയ്യുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും നമ്മൾ ഈ ഒരു മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര പോരാ, കുറച്ചുകൂടെയൊക്കെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള അഫർമേഷൻസ് വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അഫർമേഷൻസിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് പുതിയ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇനി പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ടെക്നിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാനുള്ള പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും 1-2 ഡീപ് ബ്രെത്ത് എടുത്തുകൊണ്ട് നമുക്ക് ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ ഈ ഒരു ടെക്നിക്ക് അവസാനിപ്പിക്കാം. ഇനി അതല്ല, ഇതിനെ ഒരു മാനിഫെസ്റ്റേഷൻ, നമ്മൾ നമ്മുടെ ലൈഫിൽ ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു പ്രത്യേകമായ ഒരു ഗോള് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്. പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടി എന്നുള്ള രീതിയിൽ പ്രസന്റ് ടെൻസിൽ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത്, നല്ല ജോലി അല്ലെങ്കിൽ നല്ല വീട് അല്ലെങ്കിൽ ഒരു നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ അച്ചീവ് ചെയ്തു, ആ ഒരു കാര്യം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയുക. അത് പ്രസന്റ് ടെൻസിൽ തന്നെ ആയിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ എഫക്റ്റീവ്നെസ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് ആ ഒരു ഗോൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക്
ഏറ്റവും അധികം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആ ഗോൾ, നിങ്ങളിലേക്ക് എത്തിയ ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുക. അതിന്റെ എല്ലാ ഓൾ സെൻസസ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു നല്ല വീട് വെച്ചു എന്നുള്ളതാണ് എങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന കാഴ്ച, അങ്ങനെ ആ വീടിന്റെ എല്ലാ ആസ്പെക്റ്റുകളും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ അതിനെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക്, അതായത് പ്രസന്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാക്ടീസ് നമുക്ക് എൻഡ് ചെയ്യാം. ഇനി അടുത്ത ഒരു ചോദ്യം, എത്ര നാള് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്യണം, എത്ര സമയം ഞാൻ ചെയ്യണം? ആദ്യമൊക്കെ ഈ പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കൊരു അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പുതിയൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒരു 5 മിനിറ്റ് മതി. പക്ഷെ നമുക്കത് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുവെങ്കിൽ സമയം ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റിലേക്കൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇനി അതല്ല 5 മിനിറ്റേ പറ്റുള്ളെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇനി എത്ര നാൾ പ്രാക്ടീസ് ചെയ്യാം? ഏതൊരു കാര്യവും ശീലമാക്കണമെങ്കിൽ അടുപ്പിച്ച് നമ്മൾ കുറച്ച് നാള് ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. ചുരുങ്ങിയത് ഒരു കാര്യം, ഒരു ശീലമാക്കണമെങ്കിൽ 1 മാസമെങ്കിലും നമ്മൾ ചെയ്തെങ്കിലേ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ടും അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാനും സാധിക്കുകയുള്ളൂ. ഡെയിലി നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിലുള്ള നെഗറ്റിവിറ്റി കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കഴിഞ്ഞ് ഫീഡ്ബാക്ക് എടുക്കുന്നതുകൊണ്ട് സാധിക്കില്ല. ഒരു 1-2 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ നെഗറ്റീവ് പറയുന്ന ഒരു സിറ്റുവേഷനെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എന്നോട് നെഗറ്റീവ് പറയുന്ന ശീലമുള്ള ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ കാണുന്നത്. അങ്ങനെ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എപ്പോഴും കുറ്റപ്പെടുന്ന, എന്നെ ഒന്നും കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ശീലമുള്ള നിങ്ങൾ അത് പറയുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ നിങ്ങളോട് ഒരു അനുകമ്പ നിങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈ ടെക്നിക്ക് ഫലവത്തായി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഡെയിലി നമ്മൾ ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാറ്റി വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലും നല്ല ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.